ഹലോ ഗൈസ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സഞ്ജു സാംസണിനെ നമുക്ക് മൂന്നാമത്തെ 2020 ഇറക്കിയിട്ടില്ല ഗൈസ്. അതിനെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ഇപ്പോഴും ഒരു കാര്യം തന്നെ എപ്പോഴും നടക്കണമെങ്കിൽ ഒന്നുകിൽ അയാൾ ഒരു രാജകുമാരനാകണം, അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ഉപയോഗശൂന്യമായ ഒരു മനുഷ്യനാകണം. ഓരോ തവണ വേദികൾ മാറുന്നു, എതിരാളികൾ മാറുന്നു, കോച്ചുമാരും മാറുന്നു. എന്നിട്ടും സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ മാത്രം ഒന്നും മാറുന്നില്ല. കാരണം അയാൾ ഒരു മലയാളി ആയതുകൊണ്ട്, അയാൾ ജനിച്ചത് കേരളത്തിലായതുകൊണ്ടാവാം ചിലപ്പോൾ അദ്ദേഹത്തെ ഇത്രയും അവഗണിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം 2020 ഇന്ത്യൻ ടീം ധർമ്മശാലയിൽ എത്തിയപ്പോഴും എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സഞ്ജു സാംസൺ മൂന്നാം 2020 എങ്കിലും കാണുമെന്നും. എന്നാൽ അപ്പോഴും മറിച്ചാണ് സംഭവിച്ചത്. പ്ലേയിങ് 11 ഇടം ഇല്ല. പകരം ഗംഭീറിന്റെ രാജകുമാരനായിരുന്ന വീണ്ടും അവസരം. എന്നാലും മലയാളി ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷിച്ചു വിജയ് ശർമ്മയ്ക്ക് പകരം എങ്കിലും വിക്കറ്റ് കീപ്പറായി ടീമിൽ സ്ഥാനം കിട്ടുമെന്നു. എന്നാൽ അതും നടന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയ മൊത്തം സഞ്ജുവിനൊപ്പമാണ്. ഇന്ത്യൻ ടീം ഇനിയും സഞ്ജുവിനെ ഇറക്കാത്തത് അനീതിയാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ വ്യക്തമാക്കി. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി. ഇതിൽ കൂടുതലായും ഒരു കൂട്ടം ആൾക്കാരുടെ പൊളിറ്റിക്സ് ആണെന്നും പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ രോഷം. കണക്കുകൾ പരിശോധിച്ചാൽ സഞ്ജു നേരിട്ട അവഗണനകളുടെ ആഴം വ്യക്തമാക്കി അറിയാൻ കഴിയുക തുടർച്ചയായ ആറാമത്തെ 2020 ആണ് സഞ്ജു സാംസൺ പുറത്തിരിക്കുന്നത്. ഓസ്ട്രേലിയക്ക് എതിരായ കഴിഞ്ഞ പരമ്പരയിലെ അവസാന 3 2020 മത്സരങ്ങളിലും സഞ്ജുവിനും അവസരം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ 3 2020യിലും അതേ ഗതി. ഫോമിലല്ലാത്ത ഗില്ലിന് പോലും തുടർച്ചയായ അവസരം കൊടുത്തു പിന്തുണയ്ക്കുന്നു. എന്നിട്ടും നമ്മൾ സഞ്ജു സാംസണിന് മാത്രം അവസരങ്ങൾ കൊടുക്കുന്നില്ല. ഇതിനെല്ലാം എതിരായി സോഷ്യൽ മീഡിയയിൽ മൊത്തം ആരാധകർ രോഷം കൊണ്ട് നിറഞ്ഞാടുകയാണ്. എല്ലാവരും ഒരുപോലെ പറയുന്നു, സഞ്ജുവിനും അവസരം നൽകുക. സഞ്ജുവിന്റെ കാര്യത്തിൽ മാത്രം ഇത്രയ്ക്കും അവഗണന കാണിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഏകദിന സെഞ്ചുറി നേടിയ തന്റെ കഴിവ് തെളിയിച്ച താരമാണ് സഞ്ജു. അതേ എതിരാളികൾക്കെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന പരമ്പരയിൽ ബെഞ്ചിലിരിക്കാൻ വിധിക്കപ്പെടുന്നത് എന്ത് അനീതിയാണ്. ഇന്ത്യൻ ടീമിന്റെ പുതിയ പരിശീലനായ ഗൗതം ഗംഭീർ ആയപ്പോൾ നമ്മൾ സഞ്ജു സാംസൺ ആരാധകർക്ക് വളരെ ആശ്വാസമായിരുന്നു. എന്തെന്നാൽ സഞ്ജുവിനെ ടീമിൽ എടുക്കണമെന്ന്, സഞ്ജുവിന് അവസരം കൊടുക്കണമെന്നും മുൻകാലങ്ങളിൽ വാനോളം പുകഴ്ത്തിയ ഒരാൾ ഗൗതം ഗംഭീർ ആയിരുന്നു. സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണമെന്നും വാനോളം പുകഴ്ത്തിയതും ഗംഭീർ തന്നെയായിരുന്നു. എന്നാൽ പരിശീലകന്റെ കുപ്പായം അണിഞ്ഞപ്പോൾ ഗംഭീറിന്റെ നിലപാടുകൾക്ക് മാറിയോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എന്നാൽ ഓപ്പണിങ്ങിലോ മൂന്നാം നമ്പറിലോ സഞ്ജുവിനെ പരീക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും വിന്നിംഗ് കോമ്പിനേഷൻ എന്ന ഊമ്പിയ ന്യായത്തിൽ ഗൗതം ഗംഭീർ ഉറച്ചു നിൽക്കുകയാണ്. ഗംഭീർ ഇപ്പോഴും പഴയ കോച്ചുമാരുടെ പാത തന്നെ പിന്തുടരുകയാണ്. സഞ്ജുവിനോട് ഈ അവഗണന സഹിക്കവേ അതീവ വൈകാരികമായ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഇതിൽ പ്രധാനമായ ആരാധകർ പറയുന്നത് സഞ്ജുവിനോട് രാജ്യം വിടാനാണ്. സഞ്ജു സാംസൺ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയും എന്നിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നാണ് ആരാധകർ പറയുന്നത്. USA, അയർലാൻഡ്, സിംബാബ്വെ എന്ന രാജ്യങ്ങളിൽ നിന്ന് സഞ്ജുവിനെ തേടി കോളുകൾ വന്നതായും പറയുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും രാജ്യത്ത് പോയാൽ അവർ അംഗീകരിക്കും. ടീമിന്റെ സ്ഥിരം സാന്നിധ്യം ആകാനും കഴിയും. ചിലപ്പോൾ ആ രാജ്യത്തെ ക്യാപ്റ്റൻസി വരെ സഞ്ജുവിന് നൽകുമെന്ന് ആരാധകർ പറയുന്നു. ഉന്മുക്ത് ചന്ദിനെ പോലെയുള്ള നല്ല പ്ലേയേഴ്സ് അമേരിക്കയിൽ പോയി ഉദാഹരണം ആരാധകർ കാണിക്കുന്നു. സ്വന്തം രാജ്യത്തെ അവഗണനയേക്കാൾ നല്ലത് കഴിവ് അംഗീകരിക്കുന്ന മറ്റൊരു രാജാവിനെ പോലെ വാഴുന്നത്, അതാണല്ലോ നല്ലത് എന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ തഴയുന്നതിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ടെന്ന് ആരാധകർ പറയുന്നു. ICCയുടെ 2020 വേൾഡ് കപ്പ് വരുന്ന സമയമാണ് ഇത്. ടീമിൽ നിന്ന് എങ്ങനെയും ഈ മലയാളിയെ ഒഴിവാക്കണം എന്നാണ് അവരുടെ ചിന്താഗതി. 2024 2020 വേൾഡ് കപ്പിന് മുമ്പും സമാനമായ സാഹചര്യമായിരുന്നു. അന്ന് സഞ്ജുവിനെ അവഗണിച്ചു പരിക്കിൽ നിന്നും മടങ്ങിയെത്തിയ ഋഷഭ് പന്തിനെ ടീം മാനേജ്മെന്റ് തുടർച്ചയായി അവസരം നൽകി. ഒടുവിൽ ലോകകപ്പിലെ എല്ലാ മത്സരങ്ങളിലും പന്ത് കളിക്കുകയും ചെയ്തു. ഈ പ്രാവശ്യവും അതേപോലെയാണ് നടക്കുന്നത്. ജിതേഷ് ശർമ്മയോ അല്ലെങ്കിൽ മടങ്ങി വരുന്ന ഋഷഭ് പന്തിനെയോ ലോകകപ്പ് ടീമിൽ എടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആരാധകർ പറയുന്നു.
എന്നാൽ ശുമാൻ ഗില്ലിനെ പോലുള്ള താരങ്ങൾ എത്ര ഫോമിൽ അല്ലെങ്കിലും ടീമിൽ കൺസിസ്റ്റന്റ് ആയി ഇടം കിട്ടുന്നു. എന്നാൽ സഞ്ജുവിന് അതില്ല. എത്ര നല്ലതായി പെർഫോം ചെയ്താലും എന്നും ബെഞ്ചിൽ തന്നെയാണ്. 100% ഉറപ്പ്. എന്നാൽ സഞ്ജു സാംസൺ ആയിരിക്കും ഓപ്പണിംഗ് ആയാലും ഒണ്ടോൺ ആയാലും അഞ്ചാമതായാലും ഏഴാമതായാലും ടീം ആവശ്യപ്പെടുന്ന ഏത് റോളും വഴങ്ങുന്ന താരമാണ് സഞ്ജു. എന്നിട്ടും ടീം ബാലൻസിന്റെ പേരിൽ എപ്പോഴും പുറത്തു പോകുന്നത് സഞ്ജു സാംസൺ ആണ്. ഇത് കൊടും ക്രൂരത തന്നെയാണെന്ന് സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കാനുള്ള ബോധപൂർവമുള്ള നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്. ആരാധകരുടെ രോഷം ഒരു വശത്തും ടീമിന്റെ മൈൻഡ് സെറ്റ് നീയൊക്കെ എന്ത് തന്നെ മുറവിളി വിളിച്ചാലും എനിക്ക് മൈര് മാത്രമാണ് ഉള്ളതെന്നും ഗംഭീറും അഗാക്കറും. ഇതിന്റെ ബലിയാടായി സഞ്ജുവും സഞ്ജുവിന്റെ കരിയറും. 30 വയസ്സ് പിന്നിടുന്ന സഞ്ജുവിന് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ആവശ്യം ഉണ്ടോ? തുടർച്ചയായി ബെഞ്ചിലിരുന്ന് സമയം കളയുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതാണ്. സഞ്ജു ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നത്തിലാണ്. ഇന്ത്യൻ ജേഴ്സി എന്നത് ഏത് താരത്തിന്റെയും സ്വപ്നമാണ്. ആ സ്വപ്നം നോർത്ത് ഇന്ത്യൻ ലോബിയിൽ കുഴിച്ചുമൂടപ്പെടുന്നു. ഇനിയും നല്ല തീരുമാനങ്ങൾ സഞ്ജു എടുക്കേണ്ടി വരും. അടുത്ത 4th T20 മാച്ചിലും സഞ്ജുവിനെ 11-ൽ ഉൾപ്പെടുത്തൂല എന്നറിയാം. എന്നിരുന്നാലും ഞങ്ങളെപ്പോലെയുള്ള 1000 മലയാളികളുടെ സ്വപ്നമാണ് സഞ്ജു കളിക്കണം എന്നത്. എന്താണ് നടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമുക്ക് സഞ്ജുവിന് വേണ്ടി ഒരിക്കൽ കൂടി മുറവിളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.